പലരും ഓട്ടോ സജഷൻസ് ചെയ്യുന്നവരാണ് അല്ലെ. നമ്മൾ വിഷൻ ബോർഡ് തയ്യാറാക്കാണ്ട് നമ്മുടെ മനസ്സിലുള്ള ഒരു 100 ആഗ്രഹങ്ങളെയും എഴുതി വെക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് നമുക്ക് തോന്നുന്ന ഒരു 3-4 എണ്ണം വിഷൻ ബോർഡിൽ എഴുതി നമ്മൾ ബെഡ്റൂമിൽ വെക്കും. അതുപോലെ കടന്നു പോകുന്ന സ്ഥലങ്ങളിലൊക്കെ വെക്കും. നമ്മൾ ഇടയ്ക്കിടെ അത് വായിച്ചു നോക്കും. പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ പോകുന്നില്ല, അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന രീതിയിലോട്ട് നമ്മൾ എത്തിപ്പെടുന്നില്ല. എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നമുക്ക് പലപ്പോഴും നമ്മൾ സംസാരിക്കുന്നത് കോൺഷ്യസ് മൈൻഡിന്റെ അതേ ഭാഷയിൽ തന്നെയാണ് സബ് കോൺഷ്യസ് മൈൻഡ് എടുത്ത് സംസാരിക്കുന്നത്. എനിക്കിപ്പോൾ നന്നായിട്ട് ചൈനീസ് അറിയാം. ഞാൻ നിങ്ങളുടെ ആരുടെയെങ്കിലും അടുത്ത് ചൈനീസ് ഭാഷയിൽ എത്ര നന്നായിട്ട് സംസാരിച്ചാലും നിങ്ങൾക്ക് ചൈനീസ് ഭാഷ അറിയില്ലെങ്കിൽ അതിൽ ഞാൻ സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല, ഒരു റിസൾട്ടും കിട്ടില്ല അല്ലെ. ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങളൊന്നും നടക്കില്ല. ഇതുപോലെ തന്നെയാണ് നമ്മുടെ കോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡും. രണ്ടും 2 വ്യക്തിത്വങ്ങളാണ്, 2 റെസ്പോൺസിബിലിറ്റീസ് ആണുള്ളത്. അപ്പോൾ കോൺഷ്യസ് മൈൻഡിന്റെ ഭാഷയിൽ തന്നെ അതിനോട് സംസാരിക്കുകയും അതുപോലെ തന്നെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ ഭാഷയിൽ അതിനോട് സംസാരിക്കുകയും വേണം. കോൺഷ്യസ് മൈൻഡിന്റെ ഭാഷ സബ് കോൺഷ്യസ് മൈൻഡിനും, സബ് കോൺഷ്യസ് മൈൻഡിന്റെ ഭാഷ കോൺഷ്യസ് മൈൻഡിനും അറിയില്ല എന്നുള്ളതാണ് സത്യം. ഓക്കെ, നമ്മളൊരു കോഡ് പറയുകയാണെങ്കിൽ കോൺഷ്യസ് മൈൻഡിന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് AWPDT എന്നുള്ളതാണ്. ഒരു ഹൈഫനട L എഴുതാം. അതുപോലെ തന്നെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്നുള്ളത് BISHEP ആണ്, BISHEP. ഹൈഫനട ലാംഗ്വേജ് എഴുതാം. ഓക്കെ, ഈ ഭാഷ എന്താണെന്ന് നമ്മൾ കൃത്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ നമ്മൾ ഓട്ടോ സജഷനിലൂടെ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് എത്തിക്കാനായിട്ട് പറ്റും. ഹിപ്നോതെറാപ്പി പഠിക്കാൻ വരുന്നവരോട് ഞാൻ പ്രത്യേകിച്ച് പറയാറുണ്ട്, 2 ഭാഷയാണ്. അതായത് കോൺഷ്യസ് മൈൻഡിന്റെ ഭാഷയിൽ നിങ്ങൾ സബ് കോൺഷ്യസ് മൈൻഡിനോട് സംസാരിച്ചിട്ട് ഒരു കാര്യവുമില്ല. കോൺഷ്യസ് മൈൻഡിന്റെ ഭാഷ എന്നുള്ളത് നമ്മൾ പ്രാക്ടിക്കലാണ്, ലോജിക്കലാണ്. അതേസമയം സബ് കോൺഷ്യസ് മൈൻഡിന്റെ ലാംഗ്വേജ് എന്നുള്ളത് ഇമാജിനേഷനാണ്. അപ്പോൾ ആ ഭാഷയിൽ തന്നെ നമ്മൾ ഓരോന്നും ഓരോരുത്തരുടെ ഭാഷ അനുസരിച്ച് സംസാരിക്കണം. അപ്പോൾ ഹിപ്നോതെറാപ്പി പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കോൺഷ്യസ് മൈൻഡിന്റെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ ഭാഷ പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഹിപ്നോതെറാപ്പി പഠിച്ചിരിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് നിങ്ങളുടെ ലൈഫ് എത്തിക്കുക.